ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ ട്രേഡ് താരിഫുകളെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച എന്ന് പറയുന്നത്. അതായത് അമേരിക്ക പോലത്തെ ലോകത്തെ എക്കോണമിയിൽ തന്നെ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു രാജ്യം ഇത്തരത്തിലുള്ള വൻതോതിലുള്ള താരിഫുകൾ ഏർപ്പെടുത്തുന്നത് ലോകത്തെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ വളരെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത എന്നാണ് ഒരുപാട് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിരുന്നാലും ഏതാനും ദിവസങ്ങളായിട്ട് ന്യൂസുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത്രയും ദിവസം താരിഫുകളുടെ തന്നെ വാർത്തകളായിരുന്നു. ഇപ്പോഴതാ ഒരു 2 ദിവസം മുമ്പ് ട്രംപ് പറയുന്നു 90 ദിവസത്തേക്ക് താൽക്കാലികമായി താരിഫുകൾ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. അതുപോലെ 125% ചൈനയുടെ മേലെ ഡ്യൂട്ടീസ് ചുമത്തിയിട്ടുണ്ട്. അതുപോലെ 10% ബേസ് താരിഫായിട്ട് എല്ലാ രാജ്യങ്ങളുടെ മേലും ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ മേലിൽ ട്രംപ് താരിഫുകൾ താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഓരോ ദിവസം തോറും ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് താരിഫ് എന്നും എന്തുകൊണ്ടാണ് ട്രംപ് ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് അത് നമ്മുടെ രാജ്യമായ ഇന്ത്യയെ അഫക്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ താരിഫുകൾ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് അമേരിക്കയ്ക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തേക്ക് മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തുന്ന ഇമ്പോർട്ട് ടാക്സ് ആണ് താരിഫുകൾ എന്ന് പറയുന്നത്. അത് ഓരോ രാജ്യങ്ങളും പല പല പെർസെൻറ്റേജിലാണ് ഈ താരിഫുകൾ കണക്കാക്കുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവട ബന്ധങ്ങൾ ക്രമപ്പെടുത്താനും അതുപോലെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വ്യവസായങ്ങൾ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ താരിഫുകൾ ഓരോ രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. എന്നാൽ റീസെൻ്റ്ലി ഉള്ള ഇപ്പോൾ ഈ അമേരിക്കയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിരിക്കുന്ന ഈ താരിഫ് റേറ്റുകൾ എന്ന് പറയുന്നത് അമേരിക്കയെ പോലും ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ട്രംപ് പറയുന്നത് ഇത് ആക്ച്വലി അമേരിക്കയുടെ ട്രേഡ് സമ്പ്രദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ട്രംപ് ഈ ഒരു പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ഫോറിൻ കമ്പനികൾ മുമ്പൊക്കെ അമേരിക്കയിൽ വന്ന് വല്ലാതെ ഡോമിനേറ്റ് ചെയ്തപ്പോൾ അവര് അമേരിക്കയിൽ മുമ്പ് ചുമത്തിയിട്ടുള്ള താരിഫുകൾക്ക് ഒരു തിരിച്ചടി ആയിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ റെസിപ്രോക്കൽ താരിഫ് റേറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. തൽഫലമായി അമേരിക്കയിലെ ഒട്ടുമിക്ക എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തന്നെ നല്ല വലിയ തോതിൽ വിലവർധനം ഉണ്ടാവാനുള്ള നല്ല സാധ്യതകളുണ്ട്. അത് പിന്നീട് അമേരിക്കയെ ഒരു റിസഷനിലേക്കോ അല്ലെങ്കിൽ മൊത്തത്തിലൊരു എക്കോണമിക് ഡൗൺഫോളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അമേരിക്കയിൽ ഒരുപാട് പ്രോട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ താരിഫുകൾക്കെതിരെയായിട്ട്. ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇന്ത്യയെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് അമേരിക്കയിലെത്തുമ്പോൾ അതിൻ്റെ താരിഫ് റേറ്റുകൾ വളരെ കൂടുതൽ കാരണം അതിൻ്റെ വിലവർധനവ് ഭയങ്കരമായിട്ട് കൂടും. അതിൻ്റെ വില വർദ്ധിക്കും. അതുവഴി ആളുകൾ അത് വാങ്ങാതെയാകും. അതുവഴി നമ്മളുടെ ഇന്ത്യൻ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കമ്പനികൾ അത് എഫക്റ്റ് ചെയ്യും. അവരുടെ പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യും. അറ്റ് ലാസ്റ്റ് അത് നമ്മളുടെ എക്കോണമിയെ നന്നായിട്ട് ബാധിക്കും. ഇങ്ങനെയാണത് ഇന്ത്യയെ എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മേൽ ആ ഒരു സെക്ടറിൻ്റെ മേലിൽ മാത്രം ഇന്നേ വരെ താരിഫ് റേറ്റുകളോ അല്ലാതെ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്സ്പോർട്ടിൻ്റെ മേൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ആശ്വസിക്കാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ US-ഉം ഇന്ത്യയും തമ്മിൽ നല്ല ട്രേഡ് ബന്ധമാണ് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അപ്കമിങ് ട്രേഡ് മീറ്റിംഗ്സും അല്ലെങ്കിൽ അപ്കമിങ് ട്രേഡ് ഡീൽസും ഇന്ത്യയും US-ഉം തമ്മിൽ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് താരിഫുകൾ കൊണ്ട് മറ്റ് രാജ്യങ്ങൾ പൊറുതിമുട്ടിയാലും ഇത് ഒരു പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഒരു ബെനഫീഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മുടെ സാമ്പത്തിക വളർച്ചയെ വളർത്തിയെടുക്കാനുള്ള ഒരു ബെനഫീഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയി വരെ ഒരു വഴിത്തിരിവാകാനുള്ളൊരു ചാൻസ് കൂടി ഇവിടെയുണ്ട്. ബട്ട് എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോക ഇക്കോണമികളിൽ തന്നെ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വൻതോതിലുള്ള താരിഫുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് തന്നെ മൊത്തം ഇക്കോണമിയെ ഇത് അഫക്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത് ഇന്ത്യയെ എത്രയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഇന്ത്യനെ അത് അഫക്റ്റ് ചെയ്തിരിക്കും. അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഇതെനിക്ക് കൺക്ലൂഷനായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ഇത്രയും നാളുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത്രയും നാൾ നടന്നിട്ടുള്ള ഡാറ്റ സഹിതമാണ്. അതായത്
ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ദിനം പ്രതി ന്യൂസുകളിലായിട്ട് അല്ലെ ദിനം പ്രതി ഈ ട്രംപിൻ്റെ താരിഫുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൻ്റെ താരിഫ് റേറ്റുകളിലും സെക്ടേഴ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും എന്താണ് ട്രേഡ് താരിഫ്സ് എന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്രംപ് ഇത് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയെ അഫക്റ്റ് ചെയ്യുക എന്നൊക്കെ വളരെ ലളിതമായ രീതിയിൽ ചുരുക്കി പറയാനായിട്ട് വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.